ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി ഫ്രൈ ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് മത്തി ഫ്രൈ ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മത്തി നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ വേണം. പിന്നെ ഫിഷ് മസാല അതൊരു 1/2 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി അതൊരു കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, സ്മോൾ ഒനിയൻ ചതച്ചത് ക്രഷ് ചെയ്തത് വേണം. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ദെൻ പുളി, ടാമറിൻറ്റ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇത് കൂടാണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൗഡേർഡ് ഐറ്റം, അതായത് മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മുടെ മുളക് പൊടിയെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളക് അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ മതി. ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പുളിവെള്ളത്തിലിരുന്ന് നമ്മുടെ മസാലയൊക്കെ നല്ലോണം കുക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തി, അതായത് ചാള, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മത്തിയെല്ലാം ആ മസാലയുടെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡ് കുക്കായതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മുടെ മത്തിയെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ചെറു തീയിൽ വേണം നമ്മൾ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. കണ്ടോ, നല്ല മസാലയൊക്കെ കയ്യിൽ പിടിച്ച് അതിൻ്റെ പുളിവെള്ളമൊക്കെ ചേർന്ന് നല്ലോണം കുക്ക് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് കാണാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണേ. എന്തായാലും നമ്മുടെ ചോറിൻ്റെ കൂടെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മത്തിയുടെ ഫ്രൈ ആണ്. എല്ലാവരും നോക്കണം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, നന്നായിട്ട് കുക്കാവുന്നുണ്ടോ? സിമ്മിൽ വെക്കണം, സ്ലോ ഇതായിട്ട് കുക്ക് ചെയ്ത് എടുത്താൽ മതി. നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.